നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ ദുലീപ് ട്രോഫി ഇത്തവണ വമ്പൻ വിജയമാകാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ദേശീയ ടീമിലെ വമ്പൻ താരങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും അടുത്ത മാസം നടക്കാനിരിക്കുന്ന റെഡ് ബോൾ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയാണ്. പുറത്തുവരുന്ന സൂചനകൾ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ IPL പോലെ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ടൂർണമെന്റായി ദുലീപ് ട്രോഫി മാറും എന്നത് ഉറപ്പായ കാര്യമാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരും ദുലീപ് ട്രോഫിയിൽ ഒരു കൈ നോക്കിയേക്കാൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശുമായി അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള മികച്ച തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഈ ദുലീപ് ട്രോഫി. സെപ്റ്റംബർ 5-നാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. ഇന്ത്യ A, B, C, D എന്നിങ്ങനെ 4 ടീമുകൾ ദുലീപ് ട്രോഫിയിൽ മാറ്റുരയ്ക്കും. ദേശീയ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾക്കൊന്നും ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലെന്നതിനാൽ എല്ലാവരോടും ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോച്ച് ഗൗതം ഗംഭീറും ഇന്ത്യൻ താരങ്ങൾ നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന അഭിപ്രായമുള്ള ആളാണ്. ഈ ടൂർണമെന്റിലെ പ്രകടനം കൂടി വിലയിരുത്താനാവും ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായി ടീമിനെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ താരങ്ങളെ സംബന്ധിച്ച് സെലക്ഷൻ ട്രയലുമായി ദുലീപ് ട്രോഫി മാറിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരെ കൂടാതെ ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ് എന്നിവരെല്ലാം ദുലീപ് ട്രോഫിയിൽ കളിക്കുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടൂർണമെന്റിന്റെ ഭാഗമാവില്ല. അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സീനിയർ കളിക്കാരിൽ ബുംറയ്ക്ക് മാത്രമേ ഈ തരത്തിൽ ഇളവ് അനുവദിച്ചു നൽകിയിട്ടുള്ളൂ. അടുത്ത 4 മാസത്തിനിടെ 10 ടെസ്റ്റുകളാണ് ഇന്ത്യൻ ടീമിനായി കാത്തിരിക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള 2 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡുമായി നാട്ടിൽ 3 ടെസ്റ്റുകളും ഇന്ത്യക്കുണ്ട്. ഇതിനുശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പോകും. 5 ടെസ്റ്റുകളാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിക്കുന്നത്. അടുത്ത വർഷം വരാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ 3 പരമ്പരയുടെയും ഫലം ഇന്ത്യക്ക് നിർണായകം തന്നെയാണ്. ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ സ്പിൻ പിച്ചുകളാണ് ഇന്ത്യ ഒരുക്കുക എന്നതിനാൽ ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്ന് തന്നെയാണ് വിവരം. പരിക്കിൽ നിന്ന് മോചിതനായി പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമി തിരികെ എത്തുന്നത് ബുംറയുടെ അഭാവം നികത്താൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും. ന്യൂസിലൻഡുമായുള്ള പരമ്പരയിൽ മാത്രമേ അദ്ദേഹം ടീമിൽ തിരികെ എത്താൻ സാധ്യതയുള്ളൂ. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് വേണ്ടെന്ന് വെച്ചതാണ് ദുലീപ് ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ ഒരുങ്ങുന്നത്. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞ അദ്ദേഹം ഇനി ടെസ്റ്റിലും കൂടി കയറിപ്പറ്റാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദുലീപ് ട്രോഫിയിൽ കളിക്കാൻ സഞ്ജു തീരുമാനിച്ചിരിക്കുന്നത്. മികച്ച പ്രകടനം നടത്തിയാൽ അത് ടെസ്റ്റ് ടീമിലേക്ക് തനിക്ക് അവസരം ഒരുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സഞ്ജു സാംസൺ. സെപ്റ്റംബർ 5 മുതൽ 24 വരെ നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയിൽ 6 മത്സരങ്ങളാണ് ഉള്ളത്. അഗാർക്കറിന് കീഴിലുള്ള BCCIയുടെ മുഖ്യ സെലക്ഷൻ കമ്മിറ്റിയാണ് ടൂർണമെന്റിനുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുക. സെപ്റ്റംബർ 19-നാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര നടക്കാനുള്ളത്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.